പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക മുദ്രയോടെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഇസ്ലാമാബാദ് ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പാണ്. ഇന്നലെ രാത്രിയാണ് ഈ പത്രക്കുറിപ്പ് ഇറങ്ങിയത്. നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടില്ല. ഏതായാലും ഔദ്യോഗികമായി ഉള്ള പാകിസ്ഥാൻ്റെ ഈ പത്രക്കുറിപ്പ്, അതിൻ്റെ 3-4 പാരഗ്രാഫുണ്ട്. സാറിൻ്റെ കയ്യിലുണ്ടല്ലോ, നമ്മുടെ 2 വേർഡിലുണ്ട്. അത് വായിക്കുമ്പോൾ അതിനൊരു ജെനുവിൻ സ്വഭാവമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫേക്ക് നറേറ്റീവ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമാണോ എന്നൊരു സംശയം ഉണ്ട്. എന്നാൽ പോലും ഈ ഇമ്രാൻഖാനെ കുറിച്ച് ഇത് ആദ്യത്തെ പത്രക്കുറിപ്പല്ല. ഒരു 4-5 ദിവസം മുമ്പ് ഇമ്രാൻഖാനെ കുറിച്ച് മറ്റൊരു വാർത്ത വന്നിരുന്നു. ഇമ്രാൻഖാൻ, പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി, പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് വ്യാപകമായി ഒരു പ്രചാരണം മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ വെച്ചിട്ടാണ് വന്നത്. അങ്ങനെയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 രാജ്യങ്ങളും ലെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തപ്പോൾ ഇത്തരം ഫേക്ക് നറേറ്റീവ്സ് ഒരുപാട് ഉണ്ടാക്കി വിട്ടു. പാകിസ്ഥാനിൽ നിന്നുള്ള വേറൊരു ഒരു റിലീസ് ഞാൻ കണ്ടത്, പാകിസ്ഥാൻ ആലോചിക്കുന്നു, നമ്മൾ ഈ ഭീകരന്മാരുടെ താവളം ആക്രമിച്ചല്ലോ, അതുകൊണ്ട് ഇന്ത്യയിലുള്ള RSSൻ്റെ ഒളിയിടങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ആലോചിക്കുന്നു എന്നും പറഞ്ഞ് ഒരു വാർത്ത പാകിസ്ഥാനിൽ പ്രചരിക്കുന്നുണ്ട്. RSSൻ്റെ പ്രധാനപ്പെട്ട ഒളിയിടാണല്ലോ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. അതായത് പാകിസ്ഥാനിലേക്ക് ഇങ്ങനെ പാകിസ്ഥാൻ ജനങ്ങളെ ഇങ്ങനെ കോരിത്തെരിപ്പിക്കാൻ വേണ്ടി അവിടെ നടത്തുന്ന പ്രചാരണങ്ങൾ. അപ്പം നമ്മൾ ലഷ്കറിൻ്റെ ഒളിയിടം ആക്രമിക്കുന്നു ഇന്ത്യ, അപ്പോൾ ഇന്ത്യയിൽ RSSൻ്റെ ഒളിയിടങ്ങൾ ലക്ഷ്യം വെക്കാൻ പാകിസ്ഥാൻ ആർമി എന്നും പറഞ്ഞ് ഒരു റിലീസ് പാകിസ്ഥാനിൽ ഓടിയിരുന്നു. കാരണം അവിടെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് അറിയില്ലല്ലോ, ഇവിടെ പാകിസ്ഥാൻ ഈ RSS എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹമാസൊക്കെ ഇരിക്കുന്നവരും ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്നവരാണെന്നൊക്കെ കരുതുന്ന പാകിസ്ഥാനികൾ ഉണ്ടാവും. ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനിലും ഇന്ത്യയിലെ 19-20 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി കസേരയിലും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ സീറ്റിലുമൊക്കെ ഇരിക്കുന്നത് RSS ആണ് എന്ന് അറിഞ്ഞുകൂടാത്ത മദ്രസ പ്രോഡക്ട്സ് വിശ്വസിക്കും. അതെ അതെ, അതിനൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇതുപോലത്തെയുള്ള ക്യാമ്പയിൻസ് ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ ഇമ്രാൻഖാൻ്റെ കാര്യമായതുകൊണ്ട് അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഈ യുദ്ധം നടക്കുമ്പോൾ ഇമ്രാൻ്റെ അനുയായികൾ തെരുവിലിറങ്ങിയിരുന്നു. ഈ രാജ്യത്തെ ഇതുപോലൊരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ ഇമ്രാൻഖാനെയാണ് ആവശ്യം എന്ന് പറഞ്ഞ് ഒരു തെരുവിലിറങ്ങിയത് ഈ ബലൂജിൻ്റെ പ്രക്ഷോഭം പോലെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിന് വല്ലാത്ത വിറളി ഉണ്ടാക്കിയെടുത്തതാണ്. ഈ പത്രക്കുറിപ്പ് വ്യാജമാണ്. അതെന്താന്ന് അതെ, അത് അവര് സ്ഥിരീകരിക്കുന്നു, മറ്റേ സർക്കാർ സ്ഥിരീകരിക്കുന്നു ഇമ്രാൻഖാന്റെ മരണം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് മരിച്ചത്, എല്ലാവരും സമാധാനം പാലിക്കണം, ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്, ഇത് രാജ്യത്താകമാനം ഞെട്ടലുളവാക്കിയിരിക്കുകയാണെന്നുള്ള വാചകമൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് മാത്രമല്ല, ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ഏജൻസികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇല്ലാതെ വേണ്ടാത്ത വാചകങ്ങൾ ധാരാളം ഉണ്ട് അതിൻ്റെ അകത്ത്. അല്ല, അന്താരാഷ്ട്ര ഏജൻസികളുടെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള അന്വേഷണമൊക്കെ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്രാൻഖാൻ ചത്ത് കിട്ടണം എന്ന ആഗ്രഹമുള്ള ഒരു ചേരി അവിടെ ഉണ്ട്. അതവിടെ പട്ടാള മേധാവി അസിം മുനീറിന്റെ ചേരിയാണ്. കാരണം അസിം മുനീറാണ് ഈ ഇമ്രാൻഖാനെ പുറത്താക്കി ഒരു വ്യാജ ഇലക്ഷൻ ഉണ്ടാക്കി. കംപ്ലീറ്റ് ഈ ബൂത്ത് പിടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ കൂടിയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെ, അസിം മുനീറിന്റെ ഒരു പാവയാണ് ശരിക്കും ഷഹബാസ് ഷെറീഫ്, ഷഹബാസ് ഷെറീഫിനെ പ്രധാനമന്ത്രി ആക്കിയിരിക്കുന്നത്. ഈ അസിം മുനീർ 8 മാസം മാത്രമാണ് ISIയുടെ മേധാവിയായിരുന്നത്. ഈ ISIയുടെ മേധാവിയും മറ്റേ പട്ടാള മേധാവിയും ഒക്കെ ഒരേ ആളാകുന്നതൊക്കെ ഇയാളാണ് ആദ്യമായിട്ടാകുന്നത്. ഇയാള് 8 മാസം ISIയുടെ മേധാവിയായിരുന്ന സമയത്ത് ഈ ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീവിയെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. കാരണം ബുഷ്ര ബീവി ഈ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന, ബുഷ്ര ബീവി ഇപ്പൊ ജയിലിലാണ്, അവരും ജയിലില്ല. അവരിങ്ങനെ ഒരുപാട് ക്രമക്കേട് നടത്തുന്നു, അവർ അഴിമതി നടത്തുന്നു, അവരുടേതായ ആളുകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇമ്രാൻഖാൻ ഇവരുടെ ദുർമന്ത്രവാദത്തിന് ഇരയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ബുഷ്ര ബീവിയെ പറ്റി ആ കാലത്ത് രാജ്യാന്തര മാധ്യമങ്ങളിൽ ഒരുപാട് വാർത്തകൾ വരുമായിരുന്നു. നന്നായിട്ട് വിറ്റുപോകുന്ന വാർത്തയാണ്. ഇത് മുഴുവൻ ഇയാൾ ISI മേധാവി ആയിരുന്ന കാലത്ത് ലീക്ക് ചെയ്തിരുന്ന വിവരമാണ്. ഇമ്രാൻഖാൻ ഉണ്ടാക്കിയെടുത്ത് അതെ, പ്ലാൻ ചെയ്യുന്ന പരിപാടി. അങ്ങനെ ഇമ്രാൻഖാനെ നാറ്റിക്കുക, അയാൾക്കെതിരെ ഒരുപാട് കേസ് കെട്ടിപ്പൊക്കുക. ഇനിയിപ്പോൾ ഇമ്രാൻഖാന്റെ പേരിലുള്ളത് ഒരൊറ്റ കേസാണ്,
ബാക്കി കേസുകളൊക്കെ കോടതികൾ മുഴുവൻ തെളിവില്ലാതെയൊക്കെ വിട്ടിട്ട് അവസാനത്തെ ഒരെണ്ണത്തിൽ നിൽക്കുകയാണ്. ഏത് സമയം ഇമ്രാൻഖാൻ വേണമെങ്കിൽ പുറത്ത് വരാം, പക്ഷെ അയാൾ പുറത്തു വരാൻ പാടില്ല. അയാൾ ജയിലിൽ ചത്തുപോവാണ്. ഇത് മുനീറിന് നിർബന്ധമാണ്. മുനീറിന്റെ അവസ്ഥ ഇപ്പൊ കട്ടപ്പകയാണ് എന്തായാലും. കാരണം അയാൾക്ക് പറയാനായിട്ട് മിലിറ്ററി ഗെയിൻസ് ഒന്നുമില്ല. ഇനിയിപ്പോ സ്വാഭാവികമായും അയാളെ അറസ്റ്റ് ചെയ്തു, അയാളുടെ ഡെപ്യൂട്ടി ആയിരുന്ന ആളെ സൈനിക മേധാവിയാക്കി എന്നുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നിരുന്നു. ഇതൊന്നും കൺഫേംഡ് അല്ല. എന്നാൽ പോലും ഈ ക്രൂഷ്യൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ അസീം മുനീറിന്റെ വെയർഅബൌട്ട്സിനെ കുറിച്ച് സംശയം വന്നിരുന്നു. അയാൾ വിദേശത്തേക്ക് പണം കടത്തിയതിന്റെ രേഖകൾ പുറത്തു വന്നു. കുടുംബാംഗങ്ങളെ ലണ്ടനിലേക്ക് അതൊക്കെ പുറത്തു വന്നു. പക്ഷെ ഇപ്പം ഇമ്രാൻഖാൻ പുറത്തു വന്നാൽ അസീം മുനീറിന്റെ നില കൂടുതൽ പരിഗണില്ല, വളരെ പരിഗണില്ലാവും. ഇമ്രാൻഖാൻ ജീവിച്ചിരിക്കാനേ പാടില്ല. ഒരുപക്ഷെ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും. ഇങ്ങനെ ഒരു റിലീസൊക്കെ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങൾ പ്രതികരിക്കും എന്ന് നോക്കാനും, അല്ലെങ്കിൽ ഇനി ഒരെണ്ണം യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ അവരെ ശാന്തരാക്കി ഇടാനും. കാരണം ഒരു തവണ വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ ശീലമാവുമല്ലോ. അതെ അതെ, ഇയാളുടെ അനുയായികൾക്കൊക്കെ ഇമ്രാൻഖാന്റെ. അപ്പൊ ഇമ്രാൻ ഒന്നാമത് ഇപ്പൊ ഷഹബാസ് ഷെറീഫിനെ ഏത് നിമിഷവും വേണമെങ്കിൽ പുറത്താക്കാം ഈ അസീം മുനീറിന്. എന്നിട്ട് അസീം മുനീറിനെ ചിലപ്പോൾ ഷഹബാസ് ഷെറീഫ് പുറത്താക്കുമോ എന്നൊരു ആശങ്ക ഇപ്പൊ അയാൾക്കുണ്ട്. അയാൾക്ക് അങ്ങനെയും ആശങ്ക ഉണ്ടാവും. കാരണം അയാൾ ഒരു അക്ഷരം പോലും ദൂരം മിണ്ടിയിട്ടില്ല. റാവൽപിണ്ടിയിൽ പട്ടാള ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു പ്രസ് റിലീസും ഈ ആക്ഷനെ പറ്റി വന്നിട്ടില്ല. ഈ നടന്ന യുദ്ധത്തിന് 4 ദിവസത്തെ യുദ്ധത്തിനെ പറ്റി ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ അത് പിടിച്ചടക്കി ഇത് പിടിച്ചടക്കി എന്നൊന്നും പട്ടാളം അവിടെ അവകാശപ്പെട്ടിട്ടില്ല. പട്ടാളത്തിന്റെ വക്താക്കളും ഇപ്പോൾ ബ്രീഫിംഗ് ഒന്നും അവിടെ നടത്തിയിട്ടില്ല. ഈ ഷഹബാസ് ഷെറീഫിനെ പുറത്താക്കണം എന്നുള്ള ആഗ്രഹം പാവയാണല്ലോ അസീം മുനീറിന്റെ. അയാൾക്ക് ഭരണം പിടിക്കണം, അല്ലെങ്കിൽ അയാൾ പട്ടാള മേധാവി സ്ഥാനത്ത് നിന്ന് പോകാൻ സാധ്യതയുണ്ട്. കാരണം അയാൾക്ക് 2 വർഷം നീട്ടിക്കൊടുത്തിട്ട് അയാള് ബജ്വയ്ക്ക് മുമ്പ് തന്നെ റിട്ടയർ ചെയ്തതാണ്. 2 ദിവസം മുമ്പ് റിട്ടയർ ചെയ്യേണ്ടതാണ്. പക്ഷെ അയാളെ പട്ടാള മേധാവിയാക്കി പിന്നെ 2 കൊല്ലം എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്തിട്ടാണ് അയാൾ നിൽക്കുന്നത്. അപ്പൊ അയാളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു അട്ടിമറിയിൽ അധിഷ്ഠിതമാണ്. അയാളുടെ നിലനിൽപ്പ് ഇനിയിപ്പോൾ അയാൾ പുറത്താകപ്പെട്ടാൽ സ്ഥാനഭ്രഷ്ടനായാൽ അസീം മുനീർ കൊല്ലപ്പെടും, ഉറപ്പാണ്. കോർട്ട് മാർഷൽ ചെയ്തോ അല്ലാതെ അയാളെ ഷൂട്ട് ചെയ്യുക. അതിനേക്കാൾ അതർവൈസ് ഈ ബൂട്ടോയെ പോലൊരു വലിയ നേതാവിനെയും അവിടെ തൂക്കുമരം കാത്തിരുന്നല്ലേ. അതെ അതെ, അതുകൊണ്ട് സംഭവിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് അസീം മുനീർ ഇപ്പോൾ ഉണ്ടെങ്കിൽ, അയാൾ വെയർഅബൌട്ട്സ് നമുക്കറിയില്ല, അയാളിപ്പോൾ ഉണ്ടെങ്കിൽ പാകിസ്ഥാനിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പക്ഷേ പ്രധാനമന്ത്രിയാകാനുള്ള, പാകിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള, അയാൾക്ക് ഭരണം പിടിക്കാൻ പട്ടാള അട്ടിമറി മതി വളരെ ദിവസം. അപ്പോൾ ISI തലവനായിരുന്നു, പാകിസ്ഥാൻ ജനറലായി, ഇത് രണ്ടും കൂടെ ഹോൾഡ് ചെയ്ത ഒരാൾ, രണ്ടും ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇനി വേണ്ടത് നിലനിൽപ്പിന് വേണ്ടി പാകിസ്ഥാൻ്റെ സമ്പൂർണ്ണ ഭരണം തൻ്റെ കയ്യിൽ കിട്ടാനുള്ള ഒരു നീക്കം നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാൻ ഒരു വലിയ തടസ്സമാണ്, വലിയ പ്രശ്നമാണ് ഇമ്രാൻഖാൻ. ഇമ്രാൻഖാനാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഭീഷണി അസീം മുനീറിന്. അപ്പോൾ ജയിലിന് ഉള്ളിൽ വെച്ച് ഇപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ ജയിലിലൊരു കലാപം നടത്തിയിട്ടും തട്ടിക്കളയാം. അപ്പോൾ ഇമ്രാൻഖാന്റെ ജീവന് വലിയ ഭീഷണി ഉണ്ട് എന്നുള്ളത് ഇമ്രാൻഖാനും അറിയാവുന്നതാണ്, ഇമ്രാൻഖാന്റെ അനുയായികൾക്കും അറിയാം. അപ്പോൾ ഇത് ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്രാൻഖാനെ വധിക്കാനുള്ള ഒരു പ്ലോട്ടിൻ്റെ മുന്നൊരുക്കം, ഒരു ടെസ്റ്റ് ഡോസ്, ഇങ്ങനൊരു റിലീസ് പുറത്തേക്ക് പോയാൽ പാകിസ്ഥാനികളെ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ ആയിക്കൂടെ ആണ്. ഇപ്പോൾ അവിടെ ഉള്ള ബുദ്ധിമുട്ട് പിടിച്ച ആളുകൾ ഷഹബാസ് ഷെറീഫ്, അസീം മുനീർ പ്രധാനമായിട്ടും, പിന്നെ ഈ സെറ്റപ്പിലുള്ള ഈ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി, മൊത്തത്തിൽ ജനരോഷം ഇവർക്കെതിരെയൊക്കെ. ഒന്നാമത് നമ്മുടെ ജലയുദ്ധം അവസാനിച്ചിട്ടില്ലല്ലോ, അവർ ഇനിയും ജനങ്ങൾ വിഷമത്തിലാകാൻ പോകുന്നതേ ഉള്ളൂ. കൂടുതൽ സിന്ധിലുമൊക്കെ കലാപങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. സിന്ധിലെ താവളങ്ങളും ഒക്കെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്, റഡാർ കേന്ദ്രങ്ങളും വ്യോമ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. പട്ടാളം അട്ടിമറി എന്ന് പറയുന്നത് മുമ്പ് പർവേസ് മുഷറഫ് വരെയുള്ള ആളുകൾ അട്ടിമറി നടത്തിയതുപോലെ എളുപ്പമല്ല. എന്താന്ന് വെച്ചാൽ ഈ കേന്ദ്രങ്ങൾ മുഴുവൻ നശിച്ചിരിക്കുന്നു, പട്ടാളത്തിൻ്റെ അകത്ത് വലിയ ചേരിതിരിവുണ്ടായിരിക്കുന്നു, ജനങ്ങൾ മുഴുവൻ സംഘർഷഭൂമിയിലാണ്. സംഘർഷഭൂമിയിലാണ്. മുനീറിനെതിരെ 4 പ്രവിശ്യകൾ തന്നെ രംഗത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ബലൂചിസ്ഥാൻ പോലുള്ള ആളുകളൊക്കെ പിൻവാങ്ങാനും പോകുന്നു. പട്ടാളത്തിൽ അയാൾക്കുള്ള പിന്തുണ വളരെ ലിമിറ്റഡ് ആണ്, ശോഷിച്ചിരിക്കുകയാണ് അയാളുടെ അവസ്ഥ.
അത്തരം അവസ്ഥയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇത്തരം വ്യാജ അറിയിപ്പുകൾ വരുന്നത് ചിലപ്പോൾ ഇമ്രാൻഖാൻ മാത്രമല്ല അസീം മുനീറും കൊല്ലപ്പെട്ടാൽ അത്ഭുതത്തിന് അവകാശമില്ല. അപ്പോൾ ഈ വ്യാജ നറേറ്റീവ്സ് വരുന്നത് വെറുതെ എന്തെങ്കിലും കാണാതാരെങ്കിലും ഉണ്ടാക്കുന്നതല്ല. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഒരു അജണ്ടയുണ്ട്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയ അജണ്ടയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.